ശരി ഞാൻ ഇറങ്ങണേ, ഒരു 3 ദിവസം കഴിഞ്ഞ് വരാം. ഓ തുടങ്ങിയ അവന്റെ ട്രിപ്പ് പോക്ക്. അവനിങ്ങനെ മാസം മാസം പിള്ളേരോട് കറങ്ങാൻ പോലും മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവന്റെ സ്വന്തം കാര്യം മാത്രമല്ലേ, ഇവിടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെന്ന ഒരു വിചാരം പോലും ഇല്ലല്ലോ. വെറുതെ അല്ലമ്മേ അവൻ കമ്പനിയിൽ ഓഫീസിലൊന്നും ജോലിക്ക് പോകത്ത്. അവിടെയാണെങ്കിൽ ലീവ് ഒന്നും കിട്ടില്ലല്ലോ. ഇത് വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ടൈൽസിന്റെ വാർപ്പിന്റെ ഒക്കെ പണിക്ക് പോകാൻ നിൽക്കുന്നു. എന്റെ പൊന്നു മോളെ, ഈ വൈറ്റ് കോളർ ജോലി നോക്കി ഓഫീസിൽ തുണി ഷോപ്പിലൊക്കെ നിന്നാ വെറും 10-15 കിട്ടുള്ളൂ. അതാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കണം. ഇത് രാവിലെ 7 മണിക്ക് പോയി ഉച്ച 2:30 ആകുമ്പോഴേക്ക് വീടെത്തുകയും ചെയ്യും. 10,300 രൂപ പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും. കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെന്ന് മാത്രമല്ലേ, അവിടെ 2 മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് എനിക്കിവിടെ 1 മാസം കിട്ടും. പിന്നെ എല്ലാ ജോലിക്കും അതിന്റെ അന്തസ്സുണ്ട്. ഞാനിവിടെ 22 ജോലിക്ക് പോയാലും എനിക്ക് 25,000 മുകളിൽ കിട്ടും. അതിൽ പകുതി സേവ് ചെയ്തിട്ടാ ബാക്കി അടിച്ചു പൊളിക്കുന്നത്. ജീവിതം പറഞ്ഞാൽ വെറും ജോലിക്ക് പോകുന്നത് മാത്രമല്ലല്ലോ, യാത്ര അതിൽ പെടില്ലേ. നിനക്ക് കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് വേണ്ടി സേവ് ചെയ്യും. ഇനി കല്യാണം എപ്പോഴേ ശരിയാവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഇങ്ങനെ സ്വർണത്തിന് വേണ്ടി ഓടാൻ നിൽക്കണ്ട. എനിക്ക് എന്തായാലും അത്യാവശ്യം സ്വർണ്ണം ഇല്ലാണ്ട് ഞാൻ അവിടുന്ന് പോവില്ല. ഞാൻ പോവാണേ. നിങ്ങൾ അമ്മയും മോളും കൂടി ഇവിടെ തർക്കിച്ചിരുന്നു, എനിക്ക് സമയം. നോക്കാമ ഇത്രയും പറഞ്ഞിട്ട് അവനൊരു വിലയില്ലാണ്ട് ഇട്ടിട്ട് പോയത്. നമുക്കും ഇതുപോലെ ആഗ്രഹം ഉണ്ടാവില്ല അവരോട് സ്ഥലത്ത് പോകണമെന്നാണ്. ഇതിപ്പോ അവൻ മാത്രം സമ്പാദിക്കുക, അവന്റെ ഇഷ്ടത്തിന് നടക്കുക. ഇവനല്ലാണ്ട് നമ്മൾ ആരെ കൊണ്ടുപോകുക? നിങ്ങൾ ആങ്ങളും ഞങ്ങൾ എന്തോ ചെയ്യും, എന്നെ അതിലേക്ക് വലിച്ചിടല്ലേ.